പ്രിയപ്പെട്ടവരെ, ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച രാഗിലം എന്ന പുസ്തകമാണ് ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്നത്. ശ്രീ AR പ്രവീൺകുമാർ രചിച്ച രാഗിലം, അതിൻ്റെ വിഷയം മലയാളത്തിലെ ജനപ്രിയ ഗാനങ്ങളിലെ രാഗങ്ങളെ സംബന്ധിച്ചാണ്. നമ്മൾ എപ്പോഴും പാട്ട് കേൾക്കുന്നവരാണ്, ആസ്വദിക്കുന്നവരാണ്, പലരും പാടുന്നവരാണ്. പക്ഷേ അപ്പോഴൊന്നും നമ്മൾ അതിലുപയോഗിച്ചിരിക്കുന്ന രാഗങ്ങൾ ഏതാണെന്നൊന്നും അന്വേഷിക്കാറില്ല. പക്ഷേ ഈ രാഗങ്ങളിലൂടെയാണ് നമ്മൾ ആ പാട്ടിനെ ആസ്വാദ്യകരമായി തീരുന്നത് എന്നുള്ള വസ്തുതയാണ് AR പ്രവീൺകുമാർ ഈ പുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നത്. ശരിക്കും KLIBF ആണ് ഈ പുസ്തകത്തിൻ്റെ പിറവിക്ക് പിന്നിലെന്ന് പറയാതെ പോകാൻ പറ്റില്ല. ഞാനും ശ്രീ AR പ്രവീൺകുമാറും വളരെ അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിരുന്നു. ഞാൻ ആയിരുന്നു എന്ന് പറയാൻ കാരണം ഇപ്പോൾ പ്രവീൺകുമാർ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ KLIBF-ൽ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തതിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. ഇപ്പോൾ മറ്റൊരു ഗായകൻ്റെ മരണത്തിൻ്റെ ദുഃഖത്തിൽ നിൽക്കുന്ന കേരളത്തിലെ ഗാനപ്രേമികൾ ആണ് നമ്മളെല്ലാവരും. അപ്പോൾ AR പ്രവീൺകുമാർ ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നു, നെഞ്ചുവേദന ആണ്, എനിക്ക് ഡോക്ടറെ കണ്ടപ്പോൾ ഒരു വലിയ സർജറി, ഓപ്പൺ ഹാർട്ട് സർജറിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണ്. ശ്രീ ദീപച്ചേച്ചി കയറിയിരിക്കണം. ആ സർജറി ചെയ്യാതിരുന്നത് പോലും ആവണം അദ്ദേഹം നമ്മളോടിപ്പോൾ ഒപ്പം ഇല്ലാത്തത്. വൈകാരികമായ ഒരു അന്തരീക്ഷം കൂടിയുണ്ട്. ഈ പുസ്തകം ചർച്ച ചെയ്യുന്ന വിഷയം രാഗിലം എന്ന വാക്ക് തന്നെ രാഗത്തെ സംബന്ധിച്ചത്, രാഗപൂർണമായതെന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള രാഗങ്ങളെയും വിട്ടൊഴിഞ്ഞ് അദ്ദേഹം പോയിരിക്കുന്നു. അപ്പോഴും നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും ചർച്ച ചെയ്യുകയാണ്. അങ്ങനെയാണ് ഒരു പുസ്തകം കാലാതിവർത്തിയാവുന്നത്. പുസ്തകം പിന്നീട് വായിക്കപ്പെടുമ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോഴും ആ പുസ്തകത്തിലെ വിഷയം മാത്രമല്ല, അതിലെ എഴുത്തുകാരനെയും നമ്മൾ പരാമർശിക്കും കൂടുതലായി. അദ്ദേഹം ഇന്നുണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരു പുസ്തകവുമായി ഈ വേദിയിൽ KLIBF-ൻ്റെ വേദിയിൽ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുമായിരുന്നു. അതിനുള്ള പ്രവർത്തനങ്ങൾക്കിടയിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. രാഗിലം ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ രമേഷ് ബാബു. അദ്ദേഹമാണ് കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. രമേഷ് ബാബുവും ഇതിൻ്റെ രചയിതാവും സഹപ്രവർത്തകരാണ്. ഇനി C. അനൂപ്, അദ്ദേഹവും മാധ്യമപ്രവർത്തക രംഗത്ത് സഹപ്രവർത്തകരാണ്. അദ്ദേഹം ഇപ്പോൾ എത്തിച്ചേരും. ശ്രീമതി ദീപ പ്രവീൺ സംഗീതജ്ഞയാണ്. ശ്രീ AR പ്രവീണിൻ്റെ ഭാര്യയാണ്, വേദിയിലുണ്ട്. ഡോക്ടർ കവിത BK-യും പ്രവീൺകുമാറിനോട് വളരെ വ്യക്തിപരമായി ബന്ധമുള്ളയാളാണ്. റജി ശൈലജ്, അദ്ദേഹത്തിനും സംഗീതവുമായിട്ടും രചയിതാവുമായിട്ടും വ്യക്തിപരമായ അടുപ്പം സൂക്ഷിക്കുന്ന ആളാണ്. ഏവരെയും ഞാൻ ഈ പുസ്തക ചർച്ചാ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന സദസ്സിലെ എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി രമേഷ് ബാബുവിനെ ക്ഷണിക്കുന്നു. ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്ന് ഇവിടെ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വളരെ സങ്കടകരമായ ഓർമ്മകളോടെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഇതേപോലൊരു വേദിയിൽ ഞാൻ, വിൻസെൻ്റ്, അദ്ദേഹത്തിൻ്റെ പ്രവീണിൻ്റെ ഭാര്യ, ഇവരെല്ലാവരും ഉള്ള ആ വേദിയിൽ ഞാനായിരുന്നു ആ പുസ്തകം ഈ രാഗിലം റിലീസ് ചെയ്തത്. ഇന്നിപ്പോൾ അദ്ദേഹം
നമ്മളോടൊപ്പം ഇല്ല. നമ്മൾ അത് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ശ്രീ AR പ്രവീണിൻ്റെ ഒരു നിത്യ സ്മാരകമായി മാറിയിരിക്കുകയാണ് രാഗിലം എന്ന് പറയുന്ന പുസ്തകം. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇത് കാണുന്നുണ്ടായിരിക്കാം. പ്രവീണിനെ ഞാൻ പരിചയപ്പെടുന്നത് കേരള കൗമുദിയിൽ നിന്ന് ഞാൻ ജനേവത്തിലേക്ക് ചേരുമ്പോൾ അവിടെ വെച്ചാണ്. അന്ന് അവിടെ പ്രവീണുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഉടനെ എത്തുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് C. അനൂപിൻ്റെ വലം കൈയായിട്ട് അവിടെ നിന്ന് മാഗസിൻ്റെ വർക്കുകളുമൊക്കെ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രവീണും ഞാനും തമ്മിൽ അടുത്തു. അദ്ദേഹം എൻ്റെയും വലം കൈയായി. ഞാനവിടെ ന്യൂസ് എഡിറ്ററായിരുന്നപ്പോൾ പേജ് ലേഔട്ടും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രവീൺ ഒരു സമ്പൂർണ്ണ കലാകാരനാണ്. അത് സാഹിത്യമായാലും സംഗീതമായാലും ചിത്രരചനയായാലും എല്ലാത്തിലും, നൃത്തമായാലും എല്ലാത്തിനെക്കുറിച്ചും നല്ല ധാരണയാണ്. അതിനോടൊക്കെ വലിയ അഭിനിവേശമാണ്. മാത്രമല്ല ചിത്രകലയിൽ വളരെ മികച്ച ഒരു കലാകാരനാണ് അദ്ദേഹം. അത് പറയാതിരിക്കാൻ വയ്യ. അതേസമയം സംഗീതവും അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. കുടുംബത്തിനകത്തും സംഗീതമാണ്. കാരണം ഭാര്യ ദീപ അവരും സംഗീതജ്ഞയാണ്. അപ്പോൾ ഈ സംഗീതത്തിൻ്റെ ഒരു താളം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിലും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഒരു പേജ് ലേഔട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരിക്കേച്ചർ ആരെങ്കിലും കുറിച്ച് വരയ്ക്കുമ്പോഴും ഒക്കെ തന്നെ ഈ സംഗീതത്തിൻ്റെ ഒരു താളം അത് ആ പെരുമാറ്റത്തിലും സൗഹൃദത്തിലും എല്ലാം വളരെ ഇതായിട്ട് അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. ഈ പുസ്തകം എന്ന് പറയുന്നത് ഇത് ഇറങ്ങാനൊരു കാരണം, ഈ ഞങ്ങൾ അവിടെ ഈ ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നീണ്ട നേരം ഈ സിനിമാ സംഗീതത്തെക്കുറിച്ചും ക്ലാസിക്കൽ മ്യൂസിക്കിനെക്കുറിച്ചും വെസ്റ്റേൺ മ്യൂസിക്കിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഓരോന്നിനും ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ എന്ത് ആഴത്തിലുള്ള നിരീക്ഷണമാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് പറയത്തുണ്ട്, പ്രവീൺ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൂടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രവീൺ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. അത് എന്നെ കാണിക്കും. എൻ്റെ അറിവിൻ്റെ പരിമിതി വെച്ചിട്ട് ഞാനത് നോക്കി എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ തിരുത്തും. എന്നിട്ട് ഞാൻ പറയും ഇത് കുറച്ചുകൂടെയൊക്കെ സംഗീതത്തെക്കുറിച്ച് അറിവുള്ളവരെയൊക്കെ ഒന്ന് കാണിക്കണം. അങ്ങനെ ഓരോരോ ലേഖനങ്ങളായിട്ട് വരാൻ തുടങ്ങി. അദ്ദേഹം ജനേകം വിട്ട് ജന്മഭൂമിയിൽ ചേർന്നപ്പോൾ കുറച്ചുകൂടി വിശാലമായൊരു ലോകമാണ് തുറന്നു കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നാട്ടിൽ എറണാകുളത്ത് തന്നെയാണ് ജോലി. ഇപ്പോൾ പണ്ട് ഇവിടെ തിരുവനന്തപുരത്താണ് നിന്നുകൊണ്ടിരുന്നത്, മറ്റത് അവിടെയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി അദ്ദേഹത്തിന് സൗകര്യങ്ങളും കാര്യങ്ങളുമായി. അങ്ങനെ ഓരോരോ ലേഖനങ്ങൾ ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. എന്നോട് അതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കും. ക്രമേണ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചു ഇതൊരു പുസ്തകമാക്കിക്കൂടെ എന്ന്. വേറെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇതേ കാര്യത്തിന് നിർബന്ധിച്ചു. അങ്ങനെ ഈ പുസ്തകം ഇങ്ങനെ പിറക്കുവാണ്. ഞാനായിരുന്നു അന്നത് ഇത് ചെയ്തത്, റിലീസ് ചെയ്തത്. ഈ പുസ്തകത്തിൻ്റെ ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രവീൺ എപ്പോഴും വളരെ സന്തോഷവാനാണ്. അസുഖത്തിൻ്റെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അന്ന് ഞങ്ങളോട് പോലും അധികമൊന്നും പറഞ്ഞിട്ടില്ല. അത് വലിയ ഗ്യാസാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ മോഹനരാഗത്തിലാണ്. നമുക്കറിയാം സംഗീതത്തിലെ വളരെ ആനന്ദം തുടിച്ചു നിൽക്കുന്ന ഒരു രാഗമാണ് മോഹനം. ഈ ദേവരാജൻ മാഷിനെ പോലുള്ള സംഗീതത്തിലെ രാജശില്പികളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഒരു രാഗമാണ്. ആ രാഗത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചും അതിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മുടെ ഈ ആദ്യത്തെ ലേഖനം ഇതിൽ വരുന്നത്. പ്രവീൺ ഇതിലൊരു നല്ല ഒബ്സർവേഷൻ വീണ്ടും നടത്തിയിട്ടുണ്ട്. ഈ മോഹനരാഗം ആനന്ദത്തിൻ്റെ അല്ലെങ്കിൽ അതിന് വളരെ പ്ലസൻ്റായിട്ടുള്ളൊരവസ്ഥയുടെ രാഗമായിരിക്കുമ്പോൾ തന്നെ അതിന് ശോകച്ചവിയിലും അതിന് എന്താണ് നിലനിൽപ്പുണ്ട് എന്നുള്ള കുറേ ഗാനങ്ങളുടെ ഉദാഹരണം അദ്ദേഹം എടുത്ത് കാണിച്ചിട്ടുണ്ട്. എനിക്കിത് ഒരു പുതിയ അറിവായിരുന്നു. കാരണം ഈ കളിവീട് ഉറങ്ങിയല്ലോ കളിവാക്ക് ആ പാട്ട് ഒക്കെ ശോകമാണ്, പക്ഷേ അതെല്ലാം മോഹനരാഗത്തിലാണ്. അപ്പോൾ മോഹനത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ചപ്പോൾ തന്നെ ജീവിതത്തിൽ വിഷാദത്തിൻ്റെ ഒരു നിഴലുണ്ടെന്നും നമ്മളോട് പറയുകയാണ്. പിന്നീട് ഇതുപോലെ ഓരോ രാഗങ്ങളെക്കുറിച്ചും ഈ പുസ്തകത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ഈ 70കളിലും 80കളിലും ഒക്കെ പോപ്പ് സംഗീതത്തിൽ വിജയക്കൊടി നാട്ടിയിരുന്നവരാണ് ബോണിയം, അബ്ബാ ബോണിയം. ആ ഒരു നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അപ്പം അതിൽ അവർ പാടിയിട്ടുള്ള ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ക്ലാസിക് ഗാനമായ റാറാ റസ്പുട്ടിൻ, അത് ഖരഖരപ്രിയ രാഗത്തിലാണ് ചെയ്തിരിക്കുന്നതെന്ന് ഇദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ലോകത്തെ സംഗീതം എവിടെയായാലും അത് ഒന്ന് തന്നെയാണ്, അതിൻ്റെ മീറ്ററും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നാണ്. നമ്മൾ ഒരു പേരിൽ വിളിക്കുന്നു,
അവർ വേറൊരു രീതിയിൽ എൻ്റെ നോട്ട്സ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർ അതിനെ അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു. പക്ഷെ അത് ഈ പാട്ടെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേട്ടിട്ട് ഞങ്ങളൊക്കെ അന്ന് എന്താണ് ഡാൻസ് അറിയാത്തവർ പോലും കാലുകൾ ചലിപ്പിച്ചു പോകുന്ന ഒരു പാട്ടാണ് റാറാ റസ്പുട്ടിൻ. അപ്പോൾ അത് ഖരഖരപ്രിയലാണെന്ന് അദ്ദേഹം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരുപാട് ഗാനങ്ങൾ അത് ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, അതിൻ്റെ ക്ലാസിക്കൽ കൃതികൾ, മൂലകൃതികൾ ഏതാണ്, പ്രധാനപ്പെട്ട കൃതികൾ ഏതാണ്, ഇതെല്ലാം തന്നെ പ്രവീൺ ഇതിൽ നമ്മളോട് വളരെ സരസമായിട്ട് വായിച്ചു പോകുന്ന രീതിയിൽ നമ്മളോട് ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പ്രവീണിൻ്റെ ഈ ദൗത്യം എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറയും യേശുദാസ് നമുക്കറിയാം പിന്നണി ഗാനരംഗത്തെ മുടിചൂടാ മന്നനാണ് എന്ന്. അദ്ദേഹത്തിനേക്കാൾ വലിയ ഒരു പിന്നണി ഒരു ഗായകൻ നമുക്കില്ല. ഒപ്പം അദ്ദേഹത്തിൻ്റെ അതിലുള്ള ഒരുപാട് അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ, ആ സ്വരം, സുവർണ്ണ ശബ്ദമാണ്, ഇതൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന് ശാസ്ത്രീയ സംഗീതത്തിൽ വളരെ അടിസ്ഥാനപരമായ അറിവുള്ള ഒരു ദേഹമാണ് യേശുദാസ്. പക്ഷേ അപ്പോഴും ആരും അദ്ദേഹത്തിനെ ശാസ്ത്രീയ സംഗീതത്തിലെ ഒരു ഒരു മഹാഗായകനായിട്ട് പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പം നെയ്യാറ്റിങ്കര വാസുവിൻ്റെയോ തിരുവനന്തപുരത്ത് തന്നെയുള്ള അന്തരിച്ചുപോയ പാറശാല പൊന്നമ്മാളിനെ പോലെയോ അങ്ങനത്തെ ഒരു ഹൈറ്റിലേക്ക് യേശുദാസ് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷേ യേശുദാസ് ഒരു വലിയ ദൗത്യം ചെയ്തിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയ സംഗീതത്തെയും ഈ സിനിമാ സംഗീതത്തെയും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് യുവജനങ്ങളെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ ഒക്കെ തന്നെ ശാസ്ത്രീയ സംഗീതത്തോട് അടുപ്പിക്കുക എന്ന് പറയുന്ന മഹത്തായ ഒരു കർമ്മം അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അത് നമുക്ക് അങ്ങോട്ടുള്ളൊരു വഴിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മധുര ശബ്ദത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ, കാരണം ഇപ്പം നമുക്കറിയാം വാഗ്ഗേയ ഗായകന്മാരെല്ലാം തന്നെ അവർ സംഗീതം കച്ചേരി നടത്തുമ്പോൾ പലപ്പോഴും അവർ സ്വരഭംഗിക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അവർ രാഗം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, അതെങ്ങനെ അവർ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിലൊക്കെയാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഇടയ്ക്ക് ചുമക്കുകയോ കാറുകയോ ഒക്കെ അവർ ചെയ്തു തന്നിരിക്കും. പക്ഷേ അതൊന്നും നല്ല ആഴത്തിൽ സംഗീതം ആസ്വദിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതൊന്നും പ്രശ്നമേ ഇല്ല. കാരണം അവർ ആ രാഗത്തിലൂടെ എങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ആ ശ്രോതാവ് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക. പക്ഷേ യേശുദാസിൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല. വളരെ സാങ്കേതികമായി ഏറ്റവും മികച്ച രീതിയിൽ ആ ശബ്ദവിന്യാസത്തിലൂടെ ആ ശാസ്ത്രീയ സംഗീതം പാടുമ്പോൾ നമുക്കത് കുറച്ചുകൂടി പെട്ടെന്ന് ആകർഷകമായി തോന്നും. അതിൻ്റെ വ്യാഖ്യാന രീതികളിലൊക്കെ എത്ര ആഴത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല. എന്ന് പറഞ്ഞ പോലെയാണ് പ്രവീണ് ഈ പുസ്തകത്തിലൂടെ നമ്മളെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെയും ഈ സിനിമാ ഗാനത്തിൻ്റെ ഇടയിൽ രാഗങ്ങൾ എവിടെ നിൽക്കുന്നു, അതിനെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കർമ്മമാണ് ഇതിൽ അദ്ദേഹം അനുഷ്ഠിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ പുസ്തകമാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ളൂ, ഇനി അദ്ദേഹം എഴുതത്തുമില്ല. പക്ഷേ നമ്മുടെ ഈ സിനിമാ പശ്ചാത്തല സംഗീതത്തിലെ കുലപതിമാരെക്കുറിച്ചെല്ലാം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കെ രാഘവൻ്റെ സംഗീതത്തിൻ്റെ പ്രത്യേകത, ജി ദേവരാജൻ്റെ സംഗീതത്തിൻ്റെ പ്രത്യേകത, ദക്ഷിണാമൂർത്തിയുടെ, MS വിശ്വനാഥൻ്റെ, ഇതൊക്കെ പറയുന്നു. കൂടാതെ ആ നാലോ അഞ്ചോ പില്ലാറുകൾക്ക് ശേഷം വന്നിട്ടുള്ള ജോൺസനെക്കുറിച്ച്, രവീന്ദ്രൻ മാഷിനെക്കുറിച്ച്. നമുക്കറിയാം ഈ ദേവരാജ മാഷും ദക്ഷിണാമൂർത്തി സ്വാമികളും കെ രാഘവനും ബാബുരാജും അർജുൻ മാഷുമൊക്കെ ഇങ്ങനെ വെന്നിക്കൊടി പാറിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ AT ഉമർ എന്ന് പറയുന്ന ആ ഒരു ആ സമുദായത്തിൽ നിന്ന് തന്നെ അന്ന് നമുക്ക് അധികം ആൾക്കാർ സംഗീത രംഗത്തോട്ട് വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം മനോഹരമായ ഗാനങ്ങൾ അന്ന് ആ കാലഘട്ടത്തിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ വലിയ കുലപതിമാരൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അതും പ്രവീൺ ഇതിൽ നന്നായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം AT ഉമറിനെ നമ്മൾ അവഗണിക്കേണ്ടുന്ന ഒരു സംഗീത സംവിധായകനല്ല. ഒത്തിരി മനോഹരമായ ഗാനങ്ങൾ മലയാള സിനിമാ ശാഖയ്ക്ക് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പ്രവീണിന് എന്നോട് അവസാനം സംസാരിക്കുന്നത് ദേവരാജ മാഷിനെ കുറിച്ച് അദ്ദേഹത്തിന് വീണ്ടും ഒരു പുസ്തകം എഴുതണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പരവൂർ എന്ന് പറയുന്ന കൊല്ലം ഭാഗത്താണ് ദേവരാജ മാഷ് ജനിച്ചിട്ടുള്ളത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ നാട്. അപ്പോൾ അവിടുത്തെ ഒരു ഫൈൻ ആർട്സ് സൊസൈറ്റി ഒരു സ്മരണിക ഇറക്കിയിരുന്നു. ഞാനതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ്, അത് ഇപ്പോൾ അധികം കിട്ടാനില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റെല്ലാം സംഘടിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അതിൻ്റെ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാവിലെ വിൻസെൻ്റ് ദുഃഖകരമായൊരു വാർത്ത എന്നെ വിളിച്ച് പറയുന്നത്. പിന്നെ വിൻസെൻ്റ് കരയുന്നതാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. പോയി എന്ന് മാത്രം പറയുന്നു. ഏതാണെന്ന് അറിഞ്ഞൂടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയുന്നു. അപ്പോൾ എൻ്റെ കുടുംബവും പ്രവീണിൻ്റെ കുടുംബവും വളരെ അടുത്തിരിക്കുന്നവരാണ്. അവർ എൻ്റെ മക്കളും ഒക്കെ
എൻ്റെ ഒരു മോള് സംഗീതജ്ഞയാണ്. ദീപ ധാരാളം ഉപദേശങ്ങൾ അവൾക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രവീണും കൊടുക്കാറുണ്ട്. ഈ ഒരു ശൂന്യതയിൽ ഞങ്ങൾ ഇട്ടിട്ടാണ് പ്രവീൺ പോയത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ നിർത്തും. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ സി അനൂപ്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, പ്രവീണിൻ്റെ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു രമേഷ് ബാബു വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പുസ്തകത്തെക്കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല, കാരണം അതിൽ പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിൽ പ്രവീൺ വ്യക്തിപരമായി പറഞ്ഞു കേൾക്കുകയും അല്ലെങ്കിൽ ചിലതൊക്കെ വായിച്ചിട്ടുമുണ്ട്. പുസ്തകം മൊത്തമായിട്ട് ഞാൻ വന്നതിന് ശേഷം ഇപ്പോൾ ഒന്ന് പെട്ടെന്ന് വായിച്ചിട്ടേ ഉള്ളൂ. വ്യക്തിപരമായിട്ട് പ്രവീൺ 2009 ജനയുഗം പത്രം രണ്ടാമത് തുടങ്ങി. ആദ്യത്തെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വഴുതക്കാട് ഓഫീസിൽ തുടങ്ങുന്ന ദിവസങ്ങളിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. ആദ്യം അതിൻ്റെ എഡിറ്ററായിട്ട് MP അച്യുതൻ സാർ വരുന്നു, സഖവ് വരുന്നു. പിന്നീട് അതിന് ശേഷം പിന്നെ ഉണ്ണികൃഷ്ണനെ പോലെ ചില സുഹൃത്തുക്കൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു. മൂന്നാമതാണ് അതിൻ്റെ വാരാന്ത്യം, ഓണപ്പതിപ്പ് പോലുള്ള ജോലികൾക്ക് വേണ്ടിയിട്ട് ഞാനവിടെ ഓണപ്പതിപ്പ് പോലുള്ള വാർഷിക പതിപ്പ് പോലുള്ള ജോലികളുമായിട്ട് ഞാനവിടെ എത്തുമ്പോഴാണ് പ്രവീണിനെ അവിടെ വെച്ച് കാണുന്നത്. അപ്പോൾ പ്രവീൺ എറണാകുളത്തുനിന്ന് വന്നാണ്. ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഓർമ്മ പറയാൻ കാരണം പ്രവീണിൻ്റെ ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ സംഗീതത്തിലും ചിത്രകലയിലും മാത്രമൊന്നുമല്ല, എനിക്കൊന്ന് സിനിമയിലാണെങ്കിലും ഒക്കെയുള്ള താല്പര്യം എനിക്ക് വളരെ പതുക്കെയാണ് മനസ്സിലായത്. കാരണം 2009 ജനയുഗം രണ്ടാമത് തുടങ്ങി ഏതാണ്ട് ഒരു വാരാന്ത്യപ്പതിപ്പിൻ്റെ ജോലി തുടങ്ങിയ ആദ്യത്തെ ആഴ്ച മുതൽ ഞാൻ ഏതാണ്ട് 2013 അവിടുന്ന് മതിയാക്കുന്നവരെ ഏതാണ്ട് 4.5 വർഷം എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി എൻ്റെ ജോലിയിലും ഓഫീസിലെ കാര്യങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിലും ഏറ്റവും അടുത്ത് നിന്ന, ജനയുഗത്തിൽ ജോലി ചെയ്തിരുന്നവരിൽ ഏറ്റവും അടുത്ത് നിന്നിരുന്ന ഇവരിൽ ഒരാളാണ് പ്രവീൺ. ഞാനിത് പറയാൻ കാരണം ഈ വാരാന്ത്യപ്പതിപ്പിൻ്റെ ജോലി തുടങ്ങി ഓണപ്പതിപ്പിൻ്റെ ജോലി നടക്കുമ്പോഴൊക്കെ സമയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതുപോലുള്ള നമുക്ക് ലഭിക്കേണ്ട ആവശ്യങ്ങളെക്കുറിച്ചൊന്നും ഒരു പരാതിയുമില്ലാതെ വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ജനയുഗം രണ്ടാമത് തുടങ്ങിയപ്പോൾ എനിക്കൊപ്പം 4 വർഷത്തോളം നിരന്തരമായി പ്രവീൺ ഉണ്ടായിരുന്നു. വളരെ വ്യക്തിപരമായി എനിക്ക് മനസ്സിലായ കാര്യം, ആദ്യത്തെ ആഴ്ച ഞങ്ങൾ ആ ഒരു പരിചയമില്ലായ്മയുടെ ആ ഇത് മാറിക്കഴിഞ്ഞപ്പോൾ പ്രവീൺ ഓരോ ആഴ്ചയും വാരാന്ത്യപ്പതിപ്പിൻ്റെ മാറ്റർ തീരുമാനിക്കുന്ന കാര്യം മുതൽ ഒരു ലേഔട്ട് ആർട്ടിസ്റ്റ് എന്നുള്ള തരത്തിൽ പ്രവീൺ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ പ്രവീൺ അതിൻ്റെ കണ്ടൻറ്റ് തീരുമാനിക്കുമ്പോൾ പലപ്പോഴും സംഗീതവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ സംഗീതവുമായി ബന്ധപ്പെട്ട് പല സ്റ്റോറികളും അതിനകത്തിൽ പ്ലാൻ ചെയ്തതിനകത്തിൽ പ്രവീണിൻ്റെ ഒരു ആദ്യം പ്രവീണാണ് അങ്ങനെയുള്ള ചില ആശയങ്ങൾ വന്ന് പറയുക. ഇപ്പം പിന്നെ ദേവരായ മാഷിൻ്റെ ഇത്രാം വർഷമാണ്, അങ്ങനെ സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി ആണെങ്കിലും കർണാടക ആണെങ്കിലും മറ്റു പല സംഗീതത്തെക്കുറിച്ചുമുള്ള അതിൻ്റെ പ്രാഥമികമായ ചില വിവരങ്ങൾ ആദ്യം നമുക്ക് തന്നിട്ട് നമ്മളതിന് പിന്നീട് വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വ്യക്തിപരമായി പ്രവീണിൻ്റെ ഒരു മാധ്യമ ജീവിതത്തിൽ എനിക്കുണ്ടായ നല്ല സുഹൃത്തുക്കളിൽ ഒരാളെന്നുള്ള തരത്തിൽ പ്രവീണിൻ്റെ ഈ ഡെഡിക്കേഷൻ അതെനിക്കെപ്പോഴും പലപ്പോഴും എനിക്കത് ഓവറാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ നാളെ ചെയ്യാം, ഇന്ന് മതിയാക്കാം, നാളെ രാവിലെ വന്നിരുന്ന് ചെയ്യാമെന്ന് പറയുമ്പോൾ പ്രവീൺ പലപ്പോഴും അന്നത് തീർത്തിട്ട് ഇറങ്ങണം, അന്നത്തെ ജോലി അന്ന് തന്നെ തീർക്കണം. അപ്പോൾ നമ്മളൊക്കെ മാധ്യമപ്രവർത്തകർ എന്നുള്ള കാര്യത്തിൽ ചില കാര്യങ്ങളൊക്കെ നാളത്തേക്ക് മാറ്റി വയ്ക്കാമെന്ന് പറയുമ്പോൾ പ്രവീൺ അത് രാത്രിയിൽ എത്ര വൈകിയാലും, ഓണപ്പതിപ്പിൻ്റെ സമയത്തൊക്കെ ഞാൻ പകുതി വഴിക്ക് പോയിട്ടുണ്ട്. കാരണം 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പോയിട്ട് തിരിച്ച് രാവിലെ 9 മണിക്ക് വരുമ്പോൾ പ്രവീൺ കൃത്യമായിട്ട് അപ്പോഴേക്കും വന്നിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ പണി തീർത്ത് പോയിട്ട് കുളിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഓഫീസിലുണ്ടാവും. അങ്ങനെ ഒരു 4-5 വർഷത്തെ വ്യക്തിപരമായ അടുപ്പത്തിലൂടെ എനിക്ക് മനസ്സിലായത് ഈ എഴുത്തിലേക്കൊക്കെ പ്രവീൺ അന്നും എനിക്ക് തോന്നുന്ന വാരാന്ത്യത്തിലും ചില സംഗതികളൊക്കെ പ്രവീൺ എഴുതിയിട്ടുണ്ട്, ചില സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെ പ്രവീൺ നമ്മളോട് പറയും, ഇങ്ങനൊരു സംഭവമുണ്ട്, ഞാനൊന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കാമെന്നേ പറയാറുള്ളൂ. പക്ഷേ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ അപൂർവ സന്ദർഭങ്ങളിൽ ലേഔട്ട് ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു സംഗതി മറികടന്നിട്ട് പ്രവീൺ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാനിപ്പോൾ വിൻസെൻ്റ് കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ പറയുമായിരുന്നു, ഞാനൊരു വീട് വയ്ക്കാൻ വേണ്ടി ഒരു സ്ഥലം വാങ്ങിയപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഈ ജനയുഗത്തിൽ ഒഴിവുള്ള സമയങ്ങളിൽ അവിടെ പോയിരുന്ന് സംസാരിക്കുകയും വളരെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും. അപ്പോൾ എൻ്റെ മകളന്ന് ചെറിയ കുട്ടിയാണ്, അപ്പോൾ അവളെ ഓഫീസിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ പ്രവീണാണ് പലപ്പോഴും അവളെ നോക്കി അവിടെ ആ പുറത്തേക്കൊന്നും പോകാതെ നോക്കിയിരുന്നൊക്കെ. ആ തരത്തിൽ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത്
വളരെ അടുപ്പമുണ്ടായിരുന്നു. ഞാൻ 2013 അവിടുന്ന് ജനയുഗത്തിൽ നിന്ന് മതിയാക്കിയിട്ട് ഏഷ്യാനെറ്റിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്നെ വിളിക്കുകയും പിന്നെ ആ ഒരു അറിയാമല്ലോ, കുറേ കാലം അങ്ങനെ ഒന്നിച്ച് വളരെ അടുത്ത് ഇടപഴകി ജീവിക്കുകയും അങ്ങനൊരു സ്നേഹം ഉണ്ടെങ്കിൽ, അങ്ങനൊരു സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ രണ്ട് വഴിയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ട്. ആ ദിവസങ്ങളിൽ ജനയുഗത്തിൽ ജോലി ചെയ്ത ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ആ ദിവസങ്ങളിൽ ഞാൻ വിളിക്കുകയും അല്ലെങ്കിൽ എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്ന ആൾ പ്രവീണാണ്. കാരണം അങ്ങനൊരു വ്യക്തിപരമായ ലോക്ക് പ്രവീണുമായിട്ട് എനിക്ക് മാത്രമല്ല അവിടെ ജോലി ചെയ്തിരുന്ന പലർക്കും ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ പിന്നീട് പ്രവീൺ ഈ എറണാകുളത്തേക്ക് പോയത് എന്നോട് പറഞ്ഞത് കുടുംബത്തോടൊപ്പം നിൽക്കാനും കൂടുതൽ സമയം അവർക്കൊപ്പം ചെലവഴിക്കാനും. ഈ യാത്രയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, തിരുവനന്തപുരത്തെ താമസിക്കുമ്പോഴുള്ള ഭക്ഷണത്തിൻ്റെ പ്രശ്നം. ഇതൊക്കെയാണ് പ്രവീൺ വളരെ വ്യക്തിപരമായി എന്നോട് പറഞ്ഞിരുന്നത്. ആരോഗ്യത്തെക്കുറിച്ച്, ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രവീൺ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം ഇതേ നിയമസഭാ പുസ്തകോത്സവത്തിൽ പിന്നെ പ്രവീൺ കഴിഞ്ഞ വർഷമല്ലേ അതിന് മുമ്പ് കഴിഞ്ഞ വർഷം പുസ്തക പ്രകാശനത്തിന് വരുമ്പോൾ ഞാൻ ഈ സമയത്തൊരു വേറൊരു യാത്രയിലായിരുന്നു. അപ്പോൾ എൻ്റെ 1-2 പുസ്തകങ്ങളുടെ പ്രകാശനത്തിന് പോലും ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രവീണിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവില്ല ഈ വർഷം, ആ ദിവസങ്ങളൊന്നും ഞാൻ തിരുവനന്തപുരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവീൺ ആ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് എന്നെ വളരെ നേരത്തെ വിളിച്ചു. പക്ഷേ അപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് യാത്ര പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടുന്ന് തന്നെ പലതവണ വിളിച്ചു പല കാര്യങ്ങൾക്കും, ചില ആൾക്കാരെ കണ്ട കാര്യവും ഒക്കെ എന്നോട് വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ വിൻസെൻ്റ് തന്നെയാണ് എന്നെ വിളിച്ച് പ്രവീണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് എന്നോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് വിൻസെൻ്റാണ്, പ്രവീണല്ല. ഞാനത് അപ്പോഴും സ്വാഭാവികമായിട്ടും ഒരു ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നിപ്പം അറിയാമല്ലോ, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരുടെ എണ്ണം കേരളത്തിൽ 10% താഴെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അസുഖം എല്ലാവർക്കും ഉണ്ടാവും. അതിൽ ഒരു സംഗതിയായിട്ട് മാത്രമേ പ്രവീണിനെ ഞാൻ അത് കരുതിയിരുന്നുള്ളൂ. എന്തെങ്കിലും ആപൽക്കരമായ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം പ്രവീണിന് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന കാലത്തോ അതിന് ശേഷമോ സംസാരിച്ചപ്പോഴൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യം വളരെ മോശമായി. അപ്പോൾ അതിന് ആ കഴിഞ്ഞ വർഷത്തെ പുസ്തക പ്രകാശനത്തിലൊക്കെ എന്നെ വിളിക്കുമ്പോൾ പ്രവീൺ പൂർണ്ണമായിട്ടും അത്തരം ചില കാര്യങ്ങൾ തുടർന്നും ചെയ്യണം, അത്തരം ചില കാര്യങ്ങൾ, എഴുത്തിൻ്റെ ചില കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ ഭാര്യ ദീപ സംഗീത അധ്യാപിക ആയതുകൊണ്ടായിരിക്കാം ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പ്രവീണിനും അത് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സംഗീതത്തെക്കുറിച്ച് മാത്രമല്ല, ഇപ്പം സിനിമയാണെങ്കിലും ചിത്രകലയാണെങ്കിലും പലപ്പോഴും എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ചില ചിത്രകലാ സ്റ്റോറികൾ പ്രവീണാണ് എൻ്റെ അടുത്ത് ഇങ്ങനൊരു സംഭവം നമുക്ക് ചെയ്യണം. അത് ചിലപ്പോൾ എനിക്ക് അത് എഴുതുന്ന ആളിനെ കറക്റ്റായിട്ട് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രവീൺ അതിനാളിനെ നിർദ്ദേശിക്കും. അങ്ങനെ ഒരു സമ്പൂർണ്ണമായിട്ടും ഒരു ലേഔട്ടിലാണ് പ്രവീൺ ജോലി ചെയ്തിരുന്നെങ്കിലും പിന്നെ എഡിറ്റോറിയൽ കാര്യങ്ങളിൽ കൃത്യമായ ധാരണ, വായന, സിനിമ കാണുന്ന ശീലം, അതുപോലെ തന്നെ ആ മൊത്തം കലാരൂപങ്ങളോടുള്ള ഒരു ഇഷ്ടം, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സന്തോഷം തോന്നിയ കാര്യം, ജനയുഗം ഈ വാരാന്ത പതിപ്പിൻ്റെ ജോലികളും ഓണപ്പതിപ്പിൻ്റെ ജോലികളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ 2013 അവിടുന്ന് വിട്ടതിന് ശേഷം എൻ്റെ അടുത്ത് മാതൃഭൂമിയിലുള്ള ഒരു സീനിയറായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് എന്നെ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, മാതൃഭൂമി പത്രവും മനോരമ പത്രവും ഒക്കെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡിംഗ് പത്രങ്ങളാണ്. അവർ ഓരോ ആഴ്ചയും അവരുടെ ഓരോ പേജും എങ്ങനെ മികച്ചതാക്കാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ അർത്ഥത്തിൽ വാരാന്ത പതിപ്പിൻ്റെ ഒരു ലേഔട്ട്, ഈ ജനയുഗം വാരാന്ത പതിപ്പിൻ്റെ ലേഔട്ടും അതിൻ്റെ കണ്ടൻറ്റ് ഒരു വാരാന്ത പതിപ്പിൽ അതിൻ്റെ കണ്ടൻറ്റ് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ലേഔട്ട്. അപ്പോൾ മാതൃഭൂമി പോലുള്ള പത്രം ആ സമയങ്ങളിൽ മാതൃഭൂമിയുടെ അത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റ് ഓരോന്നാണ്. മാതൃഭൂമി പത്രത്തിൻ്റെ വാരാന്ത്യത്തിൽ ഏറ്റവും കൂടുതൽ അവരുടെ വാരാന്ത്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഈ ജനയുഗത്തിൻ്റെ വാരാന്ത പതിപ്പിൻ്റെ ലേഔട്ടും മറ്റും പലപ്പോഴും ചർച്ചയാകുമായിരുന്നു. അത് നമ്മൾ പ്രവീൺ ഞാനിവിടെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം അതിനെ ഏതാണ്ട് അക്ഷരം പ്രതി പിന്തുടരുന്ന തരത്തിലുള്ള ലേഔട്ട് കുറച്ചു കാലം മാതൃഭൂമി വാരാന്ത പതിപ്പിലുണ്ടായിരുന്നു. അന്ന് അതിൻ്റെ എഡിറ്റർ സുഭാഷ് ചന്ദ്രനായിരുന്നു. സുഭാഷ് ചന്ദ്രൻ ആരോഗ്യമന്ത്രി കുട്ടികളുടെ മാസികയിൽ നിന്ന് വാരാന്ത്യത്തിലേക്ക് വന്ന സമയത്ത് സുഭാഷ് വ്യക്തിപരമായി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാരാന്ത്യം ജനയുഗത്തിൻ്റെ ആണെന്ന്. സ്വാഭാവികമായിട്ടും ആ സ്വാധീനമായിരിക്കാം ആ സമയത്ത് അതിൻ്റെ ലേഔട്ടിലും അതിൻ്റെ കണ്ടൻറ്റ് പ്ലേസ് ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ പിന്നെ അങ്ങനെ ഒരു മാതൃക പോലെ അവർ പറയുകയുണ്ടായി. ആ ലേഔട്ടിൻ്റെ കാര്യത്തിൽ ഒരിക്കലും എനിക്ക് യാതൊരു പങ്കും അന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഒരു സ്റ്റോറി തീരുമാനിച്ച് അതിൻ്റെ ഏകദേശ രൂപം പ്രവീണിനോട് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ അതിൻ്റെ ഒരു റഫ് കൊണ്ടുവന്ന് നമ്മളെ കാണിക്കുമ്പോൾ അത് കാണിക്കുമ്പോൾ നമുക്കതിനെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പിന്നെ അതിനകത്തിൽ തിരുത്തലുകളൊന്നും ചെയ്യേണ്ടി വരാറില്ലായിരുന്നു. എന്തെങ്കിലും ലീഡിലോ മറ്റോ എന്തെങ്കിലും അക്ഷരത്തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതല്ലാതെ പ്രവീണിൻ്റെ ആ ഒരു ജോലിയിലുള്ള ഡെഡിക്കേഷൻ അത് പിന്നെ മാത്രമല്ല ഒരിക്കൽ പോലും നമ്മൾ പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മൾ ജോലി സ്ഥലത്ത് ചില വിയോജിപ്പുകളും ചില ചേർച്ചയില്ലായ്മയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ 4 വർഷത്തിലേറെ പ്രവീണുമായിട്ട് പ്രവീണാണ് അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്തിരുന്നത് പ്രവീണുമായിട്ടാണ്, എഡിറ്ററേക്കാൾ കൂടുതൽ. തിരിച്ച് പ്രവീണും ഏറ്റവും പ്രധാനമായിട്ടും ചെയ്തിരുന്ന ഒരു ജോലി വാരാന്ത്യത്തിൻ്റെയാണ്. ബാക്കിയുള്ള സമയത്ത് ഡെയിലി പത്രത്തിൻ്റെ ജോലികളൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും പ്രവീണിനെ പ്രത്യേകം അസൈൻ ചെയ്തിരുന്ന ജോലി വാരാന്തം, ഓണപ്പതിപ്പ്, പിന്നെ വേറെന്തോ 1-2 സപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലേഔട്ടിലാണ് പ്രവീൺ ചെയ്തിരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ചെയ്തിരുന്നതും പലപ്പോഴും അത് അവിടെ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നതും അന്ന് സൺഡേ സപ്ലിമെൻറ്റിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രവീൺ എപ്പോഴും ഈ ജോലിയുടെ കാര്യത്തിൽ കാണിച്ചിരുന്ന ഒരു ആത്മാർത്ഥത അതെല്ലാ വ്യക്തിബന്ധങ്ങളിലും ഒക്കെ പ്രവീൺ സൂക്ഷിച്ചിരുന്നു. സംഗീതത്തെക്കുറിച്ച് എനിക്ക് ആദ്യകാലത്തൊന്നും പ്രവീൺ ഇത്രമാത്രം സംഗീതത്തെക്കുറിച്ചും കൂടുതൽ അറിയുന്ന ഒരാളാണെന്ന് വളരെ പതുക്കെയാണ് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഇപ്പം പിന്നെ നമ്മൾ അപൂർവമായിട്ട് കേൾക്കുന്ന ചില ആൾക്കാരെക്കുറിച്ച് പോലും എനിക്ക് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പം പിന്നെ ഹിന്ദുസ്ഥാനിയിൽ മഹാരാജപുരം സന്താനത്തെക്കുറിച്ച് ഒരിക്കൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ മോഹനരാഗമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഗം. അങ്ങനെയൊക്കെയുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രം, ഒരു ജേർണലിസ്റ്റിന് പ്രാഥമിക വിവരങ്ങളുണ്ടാകും, പക്ഷേ ഒന്നിനെക്കുറിച്ചും വിവരം ഉണ്ടാവില്ല എന്ന് പറയാറുണ്ടല്ലോ. അതേപോലെ ഈ പിന്നെ ഒരു പ്രാഥമിക വിവരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ എവിടെ ഒരു സ്ഥലത്തിരുന്ന് അവരുടെ ഒരു ക്വാർട്ടേഴ്സ് വഴുതക്കാട് അവർ ജനയുഗത്തിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരെല്ലാം കൂടെ താമസിച്ചിരുന്ന ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ഒരു 6-7 അവിടെ ജോലി ചെയ്യുന്ന ദൂരെ നിന്ന് വന്ന് നഗരത്തിൽ വന്ന് താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ പോയപ്പോൾ മഹാരാജപുരം സന്താനത്തെക്കുറിച്ച് എന്തോ പറഞ്ഞപ്പോൾ പ്രവീൺ മഹാരാജപുരം സന്താനത്തിൻ്റെ സംഗീത സംഭാവനകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് എന്നോട് സംസാരിച്ചു. അപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഉള്ള ഒരാളെക്കുറിച്ചും പ്രവീൺ അപ്പോൾ അങ്ങനെ സംഗീതത്തെക്കുറിച്ച് വളരെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളാണ്, താല്പര്യമുള്ള ആളാണെന്ന് പല ഘട്ടങ്ങളിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ പ്രവീണിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നത് ശരിക്കും ജീവിതത്തിൽ പലപ്പോഴും നമുക്കുണ്ടാവുന്ന അതിപ്പം ഇപ്പോൾ എന്താ പറയുന്നത്, പ്രവീൺ തന്നെ പലപ്പോഴും ഈ പറഞ്ഞില്ലേ വളരെ ഭയങ്കര അംബീഷ്യസ് ഒന്നും ആയിരുന്നില്ല. പ്രവീൺ അന്ന് പിന്നെ ജനയുഗത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ചാണ് 1-2 മറ്റ് ഓഫറൊക്കെ വന്ന എനിക്കറിയാം ജോലിയുടെ സംഭവങ്ങൾ. അത് കുറച്ചുകൂടെ സാമ്പത്തിക മെച്ചം ഉണ്ടാകുന്ന ചില സാധ്യതകളൊക്കെ പ്രവീണിൻ്റെ മുന്നിൽ വരുമ്പോൾ പ്രവീൺ അപ്പോഴൊക്കെ ശരിക്കും അവിടുത്തെ ആ ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ആ ബന്ധങ്ങളുടെ ഒരു കംഫർട്ട് അതിന് പണത്തേക്കാൾ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിരുന്നു. ചില ആൾക്കാരുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെക്കുറിച്ച് എതിർത്ത് അഭിപ്രായം പറയുകയും വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുകയും അവരോട് നമ്മൾ വളരെ 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 വസ്തുനിഷ്ഠമായി വിയോജിക്കുന്നുവെന്ന് നമ്മളോട് പറയുമെങ്കിലും വളരെ ക്രൂഷ്യൽ പോയിന്റ് വെച്ച് അവർ ഏത് ആൾക്കാരോടും ഏത് കാര്യങ്ങളോടും സന്ധി ചെയ്യാനും മറ്റുള്ളവരിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ മുന്നിൽ വരുന്ന പടവുകളെക്കുറിച്ചൊക്കെയുള്ള ധാരണയോടുകൂടി നീങ്ങുന്ന ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രൊഫഷനിലും ഉണ്ട്, അത് മാധ്യമരംഗത്തും ഉണ്ട്. പക്ഷേ ഞാനങ്ങനെ ഒരു 8-9 സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരിലൂടെ ഇങ്ങനെ കടന്നു പോരേണ്ടി വന്നിട്ടുമുണ്ട്. പക്ഷേ പ്രവീൺ അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ക്ലാരിറ്റി പ്രശ്നമില്ല. ഇപ്പോൾ അവിടെ ജനയുഗത്തിൽ നിന്ന് തന്നെ അച്ചുവേട്ടനും മറ്റും അവിടുന്ന് വിടുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ ശരിക്കും പ്രവീൺ എന്നോട് വന്ന് പറഞ്ഞത് നമുക്കെല്ലാവർക്കും കൂടെ വിടാം. അച്ചുവേട്ടനോട് അത്രമാത്രം വ്യക്തിപരമായി പ്രവീണിന് അടുപ്പമുണ്ടായിരുന്നു. അച്ചുവേട്ടനോട് പിന്നെ എഡിറ്റർ എന്നുള്ള തരത്തിലും മനുഷ്യൻ എന്നുള്ള തരത്തിലും അച്ചുവേട്ടനുമായി വളരെ വ്യക്തിപരമായി ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അച്ചുവേട്ടൻ ഒക്കെ അവിടുന്ന് മാറി മറ്റൊരാളെ അവിടെ എഡിറ്ററായിട്ട് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രവീണിന് പെട്ടെന്ന് ആലോചിച്ചപ്പോൾ നമുക്കവിടെ മതിയാക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ അച്ചുവേട്ടനെ കണ്ടിട്ട് ഈ ജോലി തുടങ്ങിയ ആളല്ല, ഞാൻ വർഷങ്ങളായിട്ട് ഈ ജോലി ചെയ്യുന്ന ആളാണ്. അച്ചുവേട്ടൻ ഇവിടെ എഡിറ്ററായി, ഞാനിവിടെ വന്ന് ജോലി ചെയ്യുന്നു. ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അച്ചുവേട്ടൻ പോയാൽ ഞാൻ ഇവിടെ ജോലി ചെയ്യും, എന്നിട്ട് എനിക്ക് കംഫർട്ടബിളായ ഒരു സ്ഥലം വരുമ്പോൾ ഞാൻ മാറും. ഞാൻ ജോലിയെ അങ്ങനെയാണ് കാണുന്നത്. പ്രവീൺ അത്രമാത്രം ഇമോഷണലായിരുന്നു, ഞാൻ അങ്ങനെ അത്ര ഇമോഷണലല്ല. കാരണം നമുക്ക് ഫസ്റ്റ് പ്രാധാന്യം ആദ്യം നമ്മൾ ചെയ്യുന്ന ജോലിക്കാണ്. അവിടെ വരുന്ന എഡിറ്ററോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് മാറുന്നൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ആരെങ്കിലും കടന്നു കയറുമ്പോൾ ആ രീതിയിൽ നമ്മളെ ഹട്ട് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അൺകംഫർട്ട് തോന്നുമ്പോഴാണ് നമ്മൾ വിടുക. പ്രവീൺ അതുകൊണ്ട് ഒരിക്കലും വിടുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. കൂടുതൽ നല്ലൊരു ഓഫർ കിട്ടുമ്പോൾ, മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ഓഫർ കിട്ടുമ്പോൾ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് ആ പ്രതിഷേധത്തിൽ കുറച്ച് പേര് വിട്ടുപോയ സമയത്തും പ്രവീൺ അന്ന് അവിടെ
തുടരുകയുണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് എറണാകുളം അല്ലേ, കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ എറണാകുളത്തേക്ക് പോകുന്നത്, അങ്ങനെയല്ലേ? ആ സമയത്തല്ലല്ലോ വിട്ടേ, കുറേ പേര് വിട്ട കൂട്ടത്തിൽ വിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ പ്രവീൺ വ്യക്തിപരമായി വളരെ എന്താ പറയുക, ഒരു 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 വ്യക്തി എന്നുള്ള തരത്തിൽ അങ്ങനെ ജീവിച്ച അത്രയും കാലത്തെ ജീവിതം കൊണ്ട് കുടുംബത്തിലാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും വളരെ വ്യക്തതയോടുകൂടി വളരെ ക്ലാരിറ്റിയോടുകൂടി ജീവിച്ച ഒരു സുഹൃത്തായിട്ടാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം കൂടുതൽ വായനക്കാരിലെത്തട്ടെ. ഞാനത് പറഞ്ഞില്ലേ, ആ പുസ്തകത്തിനകത്തിലുള്ള പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിൽ പ്രവീൺ അതിൻ്റെ ഒരു സാരാംശം പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സംഗീതജ്ഞരെക്കുറിച്ചും ഈ പറയുന്ന അവരോടൊക്കെയുള്ള ആരാധന. ദേവരായ മാഷിനെക്കുറിച്ച് പറയുമ്പോൾ ദേവരായ മാഷിൻ്റെ ചില പാട്ടുകളുടെ രാഗം എന്താണ്, അല്ലെങ്കിൽ ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ പാട്ടിൻ്റെ പ്രത്യേകത എന്താണ്, ജയേന്ദ്രൻ്റെ പാട്ടിൻ്റെ പ്രത്യേകത എന്താണ്, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രവീൺ ചില പോയിൻറ്റ്സൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത്തരം ഓർമ്മകൾ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരാണെങ്കിൽ പോലും എല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്കറിയാം. പ്രവീണിൻ്റെ ഈ പുസ്തകം കൂടുതൽ വായനക്കാരിലെത്തട്ടെ. പ്രവീണിൻ്റെ ഓർമ്മകൾ എല്ലാ സമയത്തും നിലനിൽക്കുന്ന തരത്തിൽ പ്രവീണിൻ്റെ ഈ പുസ്തകം വായനക്കാരിലും കൂടുതൽ വായനക്കാരിലെത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി. ഡോക്ടർ കവിത ബി.കെ. എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഗാനം കേൾക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗാനം പാടാൻ ശ്രമിക്കുകയോ ചെയ്യാത്തവരായി ആരും ഉണ്ടാവില്ല. അത്രയും പ്രിയപ്പെട്ടതാണ് നമുക്ക് ഓരോ ഗാനങ്ങളും. ഒരു ഗാനം കേൾക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോവുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. പാട്ടുകാരും അതേപോലെ പ്രിയപ്പെട്ടവരാണ്. പ്രവീൺ ചേട്ടനെ ഞാനൊരു യാത്രയിലാണ് പരിചയപ്പെടുന്നത്. പ്രവീൺ ചേട്ടനും ദീപ ചേച്ചിയും വയനാടേക്കുള്ള ഒരു യാത്രയിലാണ് ഞങ്ങളുടെ ആദ്യമായി പരിചയപ്പെടുന്നതും ആ യാത്രയിലുടനീളം അവരുടെ ഗാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു. നമ്മളെപ്പോഴും ഓർക്കുമ്പോഴത്തേക്കും ആ വയനാട് യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും ക്യാമ്പ് ഫയറിൽ ദീപ ചേച്ചിയും പ്രവീൺ ചേട്ടനും കൂടെ പാടിയ പാട്ടുകളും അന്നത്തെ ആ രാത്രിയും അതെന്നും ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒന്നാണ്. പ്രവീൺ ചേട്ടൻ്റെ ആ പാട്ടുകൾ പോലെ തന്നെയായിരുന്നു ചേട്ടൻ്റെ സ്വഭാവം. അത്രയും കെയറിങ്ങും എപ്പോഴും നമുക്ക് ഒരു വാംത്തോടു കൂടി അല്ലാതെ പുള്ളിയെ ഓർക്കാൻ പറ്റത്തില്ല. അത്രയും സ്നേഹമുള്ള ഒരു ചേട്ടനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള അറിവ് അദ്ദേഹം ഒരു പുസ്തക രൂപത്തിൽ നമ്മുടെ മുന്നിൽ നൽകിയിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. പാട്ടുകളും സംഗീതവും പുസ്തകവും എന്നും കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ടായിരുന്നതും ഈ പുസ്തകത്തിലൂടെ നിലനിൽക്കും. ഈ പുസ്തകത്തിലെ രാഗിലം എന്ന പുസ്തകത്തിലെ ഉള്ളമൊരുക്കിയ ഗാനം എന്ന് പറയുന്ന ലേഖനത്തിൻ്റെ ഏതാനും കുറച്ച് വരികൾ മാത്രം വായിച്ചുകൊണ്ട്, പത്മരാജൻ്റെ രചനയിലും സംവിധാനത്തിലും 1988 പുറത്തിറങ്ങിയ 15ാമത് ചിത്രമാണ് മൂന്നാം പക്കം. സ്നേഹം, പ്രത്യാശ, നിരാശ എന്നിവയാണ് ഈ ചിത്രത്തിന് ആധാരം. സിനിമയിലെ കഥാപാത്രങ്ങളോടൊപ്പം കാണികളായ നമ്മളും ജീവിക്കുകയായിരുന്നു. ഒരു ദുരന്തത്തിൻ്റെ 3ാം ദിവസത്തിൻ്റെ ആകാംക്ഷയിലേക്ക് ഹൃദയമിടിപ്പോടെ നമ്മൾ കാത്തിരിക്കുന്നു. കടലിൻ്റെ ഭംഗിയും മരണത്തിൻ്റെ നിഗൂഢതയും നമ്മെ അനുഭവിപ്പിക്കുന്നു. ഈ ചിത്രത്തോടൊപ്പം ഓർമ്മ വരുന്ന ഒന്നാണ് ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം എന്ന ഗാനം. ഒരു പ്രാവശ്യം കേട്ടാൽ വളരെയേറെ നാളുകൾ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ നൊമ്പര ഗാനം കണ്ണു നനയ്ക്കാതെ കടന്നു പോവില്ല. തികച്ചും നവീനമായ രചനാരീതിയായിരുന്നു ശ്രീകുമാരൻ തമ്പി ഈ പാട്ടിൽ അവലംബിച്ചത്. ഗൃഹാതുരമായതും വളരെ ലാളിത്യം നിറഞ്ഞതുമായ വരികൾ. ഇളയരാജയുടെ ഓരോരോ നോട്ടുകളും വേണുഗോപാലിൻ്റെ ശബ്ദത്തിലൂടെ വികാരമായി മാറുകയായിരുന്നു. ഗാനരംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന വേണുനാഗവള്ളിയും തിലകനും ജഗതിയും ജയഭാരതിയും പാട്ടിനൊപ്പം ഇന്നും കണ്ണീർ നനവുള്ള ചിത്രമായി അവശേഷിക്കുന്നു. പത്മരാജൻ്റെ പ്രതിഭാവിലാസം ഈ ഗാനത്തിൻ്റെ ഓരോ അംശത്തിലും സൂക്ഷ്മമായി ഒഴുകുന്നു. ഇളയരാജയുടെ അപൂർവ കോമ്പോസിഷനുകളിൽ ഒന്നായ ഈ പാത്തോസ് ദുഃഖഗാനങ്ങളുടെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. അതുവരെ നാം കേട്ട സാധാരണ ദുഃഖഗാനങ്ങൾ ശിവരഞ്ജിനി, ശുഭ പന്തുവരാലി എന്നീ രാഗങ്ങളെ ഉപജീവിച്ചുള്ളതായിരുന്നു. ഉണരുമീ ഗാനത്തിൻ്റെ വിജയത്തിന് ശേഷം പല മുൻനിര സംഗീത സംവിധായകരും ഈ രീതി പിന്തുടരാൻ നിർബന്ധിതരായി എന്ന് പിന്നീട് വന്ന പാട്ടുകൾ കേട്ടാൽ മനസ്സിലാകും. ഇവിടെ നിർത്തുന്നു. അദ്ദേഹം രാഗിലത്തിലൂടെ നമ്മളോടൊപ്പം തന്നെ ജീവിക്കും. റജി ഒരു പുസ്തകത്തിൻ്റെ ചർച്ച
ആ പുസ്തക രചയിതാവിൻ്റെ അനുസ്മരണമായി മാറിയിട്ടുള്ള ഒരു അപൂർവ സന്ദർഭമാണിത്. പാട്ടുകൾ, ജനപ്രിയ ഗാനങ്ങളിലെ രാഗഭാവങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖന സമാഹാരമാണ് ഈ പുസ്തകം. എന്നെ സംബന്ധിച്ചിടത്തോളം രാഗങ്ങളെക്കുറിച്ചുള്ള വലിയ ധാരണയൊന്നും ഉള്ള അല്ല. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നമുക്കെല്ലാവർക്കും ചലച്ചിത്രങ്ങൾ, പാട്ട് എന്ന് പറയുമ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത്, സിനിമാ പാട്ടുകളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പിന്നെ ചില ഗാനങ്ങളുണ്ടാവും എപ്പോഴും, ചില ജീവിത സന്ദർഭങ്ങളിൽ അങ്ങനെ ചില ഓർമ്മകൾ, ഇവയൊക്കെ ഈ ഗാനം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവും. ചില സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ഗാനം എനിക്ക് പ്രിയപ്പെട്ടൊരു ഗാനം ഉണ്ടായിരുന്നു. ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു എന്ന്. അപ്പം ഞാൻ ഈ പാട്ട് എൻ്റെ വളരെ അടുത്ത നാൾ പിന്നെ മരണപ്പെട്ട ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ എങ്ങനെയിരുന്ന് കേൾക്കും. എന്താണ് സന്ദർഭം എന്ന് നമുക്കറിയാമല്ലോ, ഒരു വിരഹത്തിൻ്റെ ഒരു സന്ദർഭമാണ് ആ കാലത്ത്. അതെപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു സംഗീതം പഠിച്ചിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, നിനക്ക് ഈ ഗാനത്തിൻ്റെ രാഗം അറിയാമോ, അത് ഖരഹര പ്രിയ രാഗമാണ് എന്നൊക്കെ പറഞ്ഞു. ഒന്നും എനിക്കറിയില്ല. അപ്പോൾ പിന്നീട് ഞാൻ ഇതേപോലുള്ള ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അത് ഖരഹരപ്രിയ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല, അത് ആഭേരിയാണ്, അത് ജന്യരാഗമാണ് എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഇനി ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിച്ചത്. ഈ ഗാനം പലപ്പോഴും നമുക്ക് ഇപ്പം അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ഇവിടെ ഉണ്ട്. ആ ഒരു ഗാനം എന്ന് പറയും, ഇതിനെക്കുറിച്ച് ഇതിൽ ഒരു അധ്യായമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. റാസ്പുട്ടിൻ, അത് ഒരുപക്ഷെ എനിക്കറിയില്ല, ഈ ആ വലിയ ഒരു വളരെ പ്രസിദ്ധമായൊരു ഗാനമാണ് ബോണി എം ബാൻഡിൻ്റെ റാസ്പുട്ടിൻ തുടങ്ങുന്നത്. അതിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്, ഖരഹരപ്രിയ 22ാമത് മേളകർത്ത രാഗമാണെന്നും ഒക്കെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സുഹൃത്തിലൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ പുസ്തകത്തിൻ്റെ രചയിതാവിനെ പരിചയമുണ്ട്. കൂടുതൽ അഗാധമായൊരു സൗഹൃദം ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട്. ഈ പുസ്തകം കൂടുതൽ ആളുകൾ വായിക്കട്ടെ, ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം ജീവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. അടുത്തായി നമ്മളോട് ദീപ പ്രവീൺ സംസാരിക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതുപോലുള്ള വേദികളിൽ സംസാരിക്കാൻ പോകുമ്പോൾ പ്രവീൺ ചേട്ടനാണ് എന്നെ മാറ്ററൊക്കെ തയ്യാറാക്കി ഒരുക്കി വിടണത്. അടുക്കും ചിട്ടയോടുകൂടി പറയാൻ എന്നെ ശീലിപ്പിക്കണതൊക്കെ പ്രവീൺ ചേട്ടനാണ്. അപ്പോൾ ആ കുറവ് എന്തായാലും ഇവിടെ ഫീൽ ചെയ്യും. എല്ലാവരും ക്ഷമിക്കണം. രാഗലത്തെ പറ്റി പറയുമ്പോൾ, രാഗലത്തിന് തുടക്കം കുറിക്കുന്നത് 2017 ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. എൻ്റെ സ്റ്റുഡൻസിന് വെച്ചിട്ട് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഒരു ഗാനമേള രൂപത്തിലായിരുന്നു. ഗാനമേള, പിന്നെ ഞങ്ങൾ ഗാനമേളയ്ക്ക് വേണ്ടി പാട്ടുകൾ സെലക്ട് ചെയ്തു വന്നപ്പോൾ എല്ലാ പാട്ടുകളും മോഹനരാഗത്തിലാണ്. ഓരോ കുട്ടികളുടെ വോയിസ് കൾച്ചറിനനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി പാട്ട് സെലക്ട് ചെയ്തതാണ്. പക്ഷേ എല്ലാം മോഹനരാഗത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ പരിപാടിയുടെ സ്ട്രക്ചർ മൊത്തം മാറ്റി ഞങ്ങൾ മോഹന രാഗപരിചയം ആക്കി മാറ്റി. പിന്നെ ഞങ്ങൾ 4.5 മണിക്കൂർ നീണ്ടു നിന്നൊരു പ്രോഗ്രാമായിരുന്നു അത്. ഹിന്ദുസ്ഥാനി, കർണാട്ടിക്, പിന്നെ വെസ്റ്റേൺ എല്ലാം ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്. 45ഓളം പാട്ടുകൾ ഞങ്ങളെടുത്ത് അത് വളരെ ഗഹനമായിട്ട് പഠിച്ച് കുട്ടികളെ പഠിപ്പിച്ച് അതിൽ വരുന്ന ഓരോ ഫ്രേസുകളും, സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഫ്രേസുകൾ, അതിൻ്റെ ഇടയിൽ വരുന്ന ഫ്രേസുകൾ, മീനിങ്ങിനനുസരിച്ച് വരുന്ന ഗമകങ്ങൾ എല്ലാം തന്നെ ഞങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ച്, അത് ഞാനാണ് അവതരിപ്പിച്ചത്. എല്ലാം പ്രവീൺ ചേട്ടനാണ് എഴുതി തന്നത്. ഞാൻ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ആ പരിപാടി വളരെ വൻ വിജയമായിരുന്നു. 45 കുട്ടികളും നന്നായിട്ട് പാടി. പിന്നീടും ഞങ്ങൾക്ക് ഓഫറുകൾ കിട്ടി. അതിനുശേഷം ആ ഒരു ഇൻസ്പിറേഷനിലാണ് പ്രവീൺ ചേട്ടൻ വീണ്ടും ആഭേരി എഴുതാൻ തുടങ്ങിയത്. ആഭേരി ജോഗും എഴുതി. അപ്പോഴേക്കും കൊറോണയും
പിന്നെ വെള്ളപ്പൊക്കവും കൊറോണയൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചില്ല. ഈ ജോഗരാഗത്തിന് വേണ്ടി പ്രവീൺ ചേട്ടൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി വായിച്ചു, ഒത്തിരി ആൾക്കാരോട് സംസാരിച്ചു. അതിനിടയിൽ രമേശ് നാരായൺ സാറിനെ വിളിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ അതിനിടയിൽ സാറിനോട് ചോദിച്ചു, ജോഗരാഗം ഹിന്ദുസ്ഥാനി രാഗമല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും സാറ് വല്ലാതെ ദേഷ്യപ്പെട്ടു. തന്നോട് ആര് പറഞ്ഞു ഈ രാഗം ജോഗരാഗം ഹിന്ദുസ്ഥാനിയാണെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ പ്രവീൺ ചേട്ടൻ മറ്റൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കർണാട്ടിക്കിൽ ഒരു സംഗീത രൂപം വന്നില്ല, ഏതെങ്കിലും അറിയെങ്കിൽ സാറിനൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചതോടുകൂടി സാറിനൊന്നും പറയാൻ പറ്റാതെയായി. അങ്ങനെ പിന്നെ അവരുടെ സംസാരം ഭയങ്കര സൗഹൃദ രൂപത്തിലായിരുന്നു അവസാനിച്ചത്. അതിനുശേഷം ഈ 2 രാഗങ്ങളും പിന്നെ എഴുതാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഓരോ രാഗങ്ങൾ 2019 ആയപ്പോഴേക്കും മോഹനം, ആഭേരി, ജോഗൊക്കെ ഇത് ജന്മഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു. അവിടെയും നല്ലൊരു റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് ചെയ്തുകൊണ്ട് പ്രവീൺ ചേട്ടന് രാഗത്തെക്കുറിച്ച് പഠിക്കാമെന്ന് പറഞ്ഞാൽ അതെല്ലാം സിനിമാ പാട്ടിലൂടെയാണ് രാഗത്തെക്കുറിച്ച് പ്രവീൺ ചേട്ടൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഓരോ ദിവസവും വരുമ്പോൾ ഓരോ പാട്ടായിട്ടാണ് വരണത്. എന്നിട്ട് ഉടനെ തന്നെ കീബോർഡിൽ അത് വായിച്ചു നോക്കും. വായിച്ചു നോക്കിയിട്ട് നൊട്ടേഷൻ പറഞ്ഞ് കേൾപ്പിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സ്വരസ്ഥാനങ്ങൾ എന്ന് പറയും. അപ്പോൾ എത്ര രാത്രിയായാലും 12 മണി രാത്രിയായാലും ആ സ്വരസ്ഥാനങ്ങൾ പറഞ്ഞ് കേൾപ്പിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും അത് കൂട്ടിയിണക്കി ഞാൻ ആ രാഗം കണ്ടുപിടിച്ച് കൊടുക്കും. അങ്ങനെ ഞങ്ങൾക്കിടയിലുള്ള ആ രാഗം കണ്ടുപിടിക്കുന്നത് കടങ്കഥയിൽ ഉത്തരം പറഞ്ഞാൽ കിട്ടുന്ന കടങ്കഥയിൽ ഉത്തരം പറയുന്ന ഒരു സുഖമാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. എന്നാലും ഞങ്ങൾ കിടന്നുറങ്ങാറുള്ളൂ. ഓരോ ദിവസവും ചിലപ്പോൾ വഴക്കിട്ട് പോണതായിരിക്കും. അപ്പോൾ ഓരോ പാട്ടുമായിട്ട് വരും. എന്നിട്ട് ആ പാട്ടിൽ ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ രാഗം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വഴക്കവിടെ തീരും. അങ്ങനെ ഓരോ ഇത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം വിൻസെൻ്റ് വിളിച്ചിട്ട് പറയണത് ഇതൊരു ബുക്കാക്കണമെന്ന്. ബുക്കാക്കണത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷേ അന്ന് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് വേണോ, അത്ര സ്ട്രെയിൻ ചെയ്തിട്ട് അത് ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് സാരില്ല, അത് നമ്മൾ ജീവിച്ചിരുന്നു, നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു എന്നൊക്കെ നാളെ ആളുകൾ അറിയണമെങ്കിൽ ഇങ്ങനെ ഒരു ബുക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഫിലോസഫി പറയാറുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചത്. ഇത് ഒരു അറം പറ്റുന്ന വാക്കാന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും ഈ രാഗിലത്തിൻ്റെ ഒപ്പം രാഗിലം എന്ന് പേരിട്ടത് പ്രവീൺ ചേട്ടൻ്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ പ്രവീൺ ചേട്ടന് അതിൻ്റെ കവർ പേജ് ചെയ്യാൻ പറ്റും എങ്കിലും ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടാണ് അതിൻ്റെ കവർ പേജ് ചെയ്തിരിക്കുന്നത്. പ്രകാശനം ചെയ്തത് രമേശ് ചേട്ടനാണ്. രമേശ് ചേട്ടനും അനൂപേട്ടനും വിൻസെൻറ്റും ഒക്കെ ഒരുപാട് പ്രവീൺ ചേട്ടൻ ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ഇവരൊക്കെ പ്രവീൺ ചേട്ടനെ കുറിച്ച് പറയണ കേട്ടിട്ട് ഒരുപാട് അഭിമാനമുണ്ട് എനിക്ക്. എല്ലാവർക്കും നന്ദി. ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. രാഗിലത്തെക്കുറിച്ചുള്ള ചർച്ച അവസാനിക്കില്ല. ഈ പരിപാടി ഇവിടെ പൂർണ്ണമായതായി അറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ അവസരം നൽകിയ KLIBFൻ്റെ മുഖ്യ സംഘാടകൻ ബഹുമാനപ്പെട്ട സ്പീക്കർക്കും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾക്കും ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി പൂർണ്ണമായതായി ഒരിക്കൽ കൂടി അറിയിക്കുന്നു.